ഹായ് ഹലോ, ഇന്നത്തെ റെസിപ്പി നല്ലൊരു കുക്കറപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളിവിടെ കുക്കറിലല്ല ഇത് ചെയ്തെടുക്കുന്നത്, നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് പച്ചരി നല്ലപോലെ കഴുകി ഒരു 3 മണിക്കൂർ കുതിർത്ത് മാറ്റി വയ്ക്കുക. അങ്ങനെ കുതിർത്ത പച്ചരി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് ഇതിലോട്ട് ഒരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു ശർക്കരപ്പാനി തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായിട്ട് 1 കപ്പ് നമ്മൾ പച്ചരി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് ശർക്കര എടുത്തിട്ട് അത് നമുക്ക് ഉരുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് അലിയിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഈ ശർക്കരപ്പാനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സില്ലേ അതിലോട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ വിടാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു 1/4 കപ്പോളം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ഒരു 10-12 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. എത്രത്തോളം തീ കുറച്ച് വെക്കാൻ പറ്റുമോ അത്രത്തോളം തീ കുറച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് 12 മിനിറ്റ് ആകുമ്പോഴത്തേനും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ അപ്പം ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ആരൊക്കെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. പിന്നെ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.